friends, welcome back to a new video. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോൾ വീഡിയോ ആണ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു വെറൈറ്റി ഹോൾ വീഡിയോ ആണ്. എന്താണെന്നല്ലേ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരസ്യമല്ല ഗൈസ്. ഞാൻ അവിടെ നിന്ന് ഷോപ്പ് ചെയ്ത കുറച്ച് ഡെയിലി വെയർ ആയിട്ടുള്ള കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ജ്വല്ലറീസിന്റെ ഒരു ഹോൾ വീഡിയോ ആണ്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ഹോൾ വീഡിയോ ചെയ്തിട്ടില്ല. സാധാരണ ഞാൻ മലബാർ പോകുന്ന സമയത്ത് എടുക്കുന്ന വീഡിയോസ് മാത്രമേ കാണിക്കാറുള്ളൂ. അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ച ഒരു വെറൈറ്റി ആയിട്ടൊരു ഹോൾ വീഡിയോ ചെയ്താലെന്നത്. അപ്പോൾ ഞാൻ ഇത്തവണ കുറച്ച് ഡെയിലി വെയർ ആയിട്ട്, നിങ്ങൾക്ക് അറിയാം, എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ സ്വർണ്ണമൊക്കെ വളരെ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഡെയിലി വെയർസ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനത്തെ കുറച്ച് കളക്ഷൻസ് മേടിച്ചിട്ടുണ്ട്. എൻ്റെ പഴയ വീഡിയോസ് ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ മലബാർ ഗോൾഡിൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളക്ഷൻസ് ആണ്. ഇവിടെ എപ്പോഴും പോകുമ്പോഴും ഭയങ്കര വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്തവണ ഞാൻ കുറച്ച് ഡയമണ്ട് കളക്ഷനാണ് മേടിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ ഓരോ സാധനങ്ങളായിട്ട് നമുക്ക് അൺബോക്സിങ് കൂടെ ചെയ്തേക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഒരു ബാങ്കിളാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഈ ഒരു ബാങ്കിളിന് ഒരു കഥയും കൂടി ഉണ്ട്, അതും കൂടെ ഞാൻ പറയാം. ഫസ്റ്റ് എനിക്ക് ഇതുപോലത്തെ ഒരു ടൈപ്പ് എന്ന് വെച്ചാൽ ഇത് റോസ് ഗോൾഡിൽ വരുന്ന ഡയമണ്ട് ഫിനിഷിൽ വരുന്ന ഒരു എന്താ പറയുക ബാങ്കിളാണ്. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം ഡയമണ്ട് ഫിനിഷിൽ വരുന്ന ഒരു എന്താ പറയുക ബാങ്കിളാണ്. ആക്ച്വലി എനിക്ക് ഇതുപോലത്തെ ഒരു വേറൊരു മോഡലും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് എൻ്റെ ഒരു അശ്രദ്ധ കുറവ് കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് അത് കളഞ്ഞുപോയി. അതിന് ലോക്ക് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇതിനൊരു ലോക്കുണ്ട്. കണ്ടോ, ഇങ്ങനെ നമുക്ക് എന്താ പറയണത് ലോക്ക് ചെയ്യാൻ പറ്റും. കാണിച്ചു തരാം കേട്ടോ. ഇടാൻ പറ്റുന്നില്ലല്ലോ. കണ്ടോ, ഇങ്ങനെ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ലോക്ക് ഉള്ളതുകൊണ്ട് നമുക്കത് കയ്യിൽ നിന്ന് മിസ്സായി പോകത്തില്ല. മുമ്പുണ്ടായിരുന്നാലും എനിക്ക് ലോക്കില്ലായിരുന്നു. അപ്പോൾ അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ ഇത് അതിനേക്കാളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു കളക്ഷൻ നല്ല രസമുണ്ട് കേട്ടോ. നോക്കി, കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇത് റോസ് ഗോൾഡിൽ വരുന്ന ഡയമണ്ട് ഫിനിഷിൽ വരുന്ന ഒരു എന്താ പറയുക ബാങ്കിളാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഞാൻ എന്താ പറയണത് പർച്ചേസ് ചെയ്തത്. സെക്കൻഡ് വന്നിട്ട് ഒരു ചെയിനാണ് മേടിച്ചത്. ഞാനങ്ങനെ അധികം ചെയിൻസ് അങ്ങനെ മാറ്റി ഉപയോഗിക്കും. കാരണം എപ്പോഴും നമ്മൾ ഷൂട്ടിൻ്റെ ആവശ്യത്തിനായിട്ട് തന്നെ ഇതുപോലത്തെയുള്ള വലിയ ആഭരണങ്ങളൊക്കെ ഇടുന്നതുകൊണ്ട് എനിക്ക് ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ളത് മാത്രമേ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളൂ. അപ്പം ഞാനൊരു ചെയിൻ എനിക്ക് ഭയങ്കരമായിട്ട് അവിടെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് അങ്ങനെ മേടിച്ചതാണ്. കണ്ടോ, അപ്പം ഇതാണ് ആ ചെയിന്. അതൊരു പ്രത്യേക ഒരു ലോക്കറ്റും കൂടെ വരുന്ന ടൈപ്പ് ഒരു ചെയിനാണ്. പിന്നെ ഈ ചെയിനിന് ഒരു പ്രത്യേക ഒരു ഫിനിഷിംഗ് ഉണ്ട്. കണ്ടോ, അത് ഞാൻ മുമ്പ് ഇതുപോലത്തെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു മോഡൽ ഒരു ചെയിനാണ്. അതിൽ എന്താ പറയണത് ഡയമണ്ട് എന്താ ഫിനിഷിൽ വരുന്നുള്ള എന്താ പറയണത് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതും എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയത് കൊണ്ട് അങ്ങനെ മേടിച്ചതാട്ടോ. തേർഡ് വന്നിട്ട് ഒരു എന്താ പറയണേ ഡയമണ്ട് ഇയറിംഗ് ആണ്. എനിക്ക് എന്താ പറയുക ഭയങ്കരമായിട്ട് കുറേ നാളായിട്ട് ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു. കണ്ടോ, അപ്പം ഇങ്ങനെ ഒരു ഷേപ്പിലുള്ള ഒരു ഡയമണ്ട് അതാണ് ഇയറിംഗ് ആണ്. അപ്പം ഈ ഡയമണ്ട് ഞാൻ പൊതുവേ അങ്ങനെ ഒരുപാട് വാങ്ങാറില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറയുന്നത് ഡയമണ്ടിന് നമ്മളിപ്പം വാങ്ങുന്ന സ്ഥലത്ത് തന്നെ തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് റീസെയിലിംഗ് ഉള്ളത് കൊണ്ട് എന്താ പറയണത് കുഴപ്പമില്ല, അങ്ങനെ എടുത്തതാണ്. കാരണം പ്രത്യേകിച്ച് മലബാറിന് എടുക്കുന്ന ഡയമണ്ട്സ് നമ്മൾ തിരിച്ച് കൊടുക്കുകയാണെങ്കിലും, ഞാൻ തിരിച്ച് കൊടുക്കൂല എന്നാലും പറയാണ്, പലരും അത് മടിക്കുന്നതിന് കാരണം, ഞാൻ അടക്കമുള്ളവർ പലരും മടിക്കുന്നതിന് കാരണം നമുക്ക് ആ ഡയമണ്ട് തിരിച്ച് കൊടുക്കുമ്പോൾ വില കിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പം ഡയമണ്ടിന് വിലയുണ്ട്. നമ്മൾ വാങ്ങുന്ന ആ ഒരു പ്രൈസ് നമ്മൾ തിരിച്ച് കൊടുക്കുമ്പോഴും അതേ മൂല്യത്തിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഡയമണ്ട് എടുക്കാനും നിങ്ങൾ ഇനി മടിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് മലബാറിലുള്ള ഡയമണ്ട് കളക്ഷൻ എന്ന് പറയുന്നത് അയ്യോ നമുക്ക് കൺഫ്യൂഷനാണ്, ഏത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പം അങ്ങനെയാണ് ഇത് കേട്ടോ. ഈ ഒരു ഇയറിംഗ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ മലബാറിൽ നിന്ന് ഇങ്ങനെ തരുന്ന ഈ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, ഈ ബ്രൗൺ കളർ, ഞാൻ ഇത് കളയാറില്ല കേട്ടോ. ഈ കവർ എപ്പോഴും ഞാൻ എടുത്തൊക്കെ വെച്ചിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബ്രൗൺ ഷെയ്ഡും. അതുപോലത്തെ ഇവിടുത്തെ പെട്ടിയും ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റ് ഷോപ്പിൽ നിന്നൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ നല്ല അടിപൊളി പാക്കേജിങ് കാര്യങ്ങളാണ്. ഇതൊരു റിംഗ് ആണ്. ഇത് ഞാൻ ഇച്ചായന് മേടിച്ചതാണ്. ഇച്ചായന് എന്താ പറയണത് മുമ്പ് കയ്യിലുണ്ടായിരുന്നത് ഉണ്ട്, പക്ഷെ എന്നാൽ ഇതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അങ്ങനെ മേടിച്ചതാണ്. ഒരു റിങ്, സിമ്പിൾ ആയിട്ടുള്ള റിങ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഒരു ലോക്കറ്റാണ്.
ഒരു പേളിൻ്റെ വരുന്ന ഒരു ലോക്കറ്റാണ്. അപ്പോൾ എനിക്കൊരു മലബാറിൽ നിന്നെടുത്തൊരു സിമ്പിളായിട്ടുള്ള ഒരു ചെയിൻ ഉണ്ട്. അപ്പോൾ അതിനിടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഒരു ലോക്കറ്റ് തപ്പി നടക്കുകയാണ്. അപ്പോൾ കണ്ടപ്പം ഇഷ്ടപ്പെട്ടു, അങ്ങനെ എടുത്തു. അത് പേളിൻ്റെ ഒരു ലോക്കറ്റാണ്. അപ്പോൾ എനിക്ക് പേളിൻ്റെ ഒരു ഇയറിങ്സും ഉണ്ട്. അപ്പം അതും ഞാൻ മലബാറിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അതിന് നന്നായിട്ട് മാച്ച് ആവുന്ന രീതിയിലാണ് ഈ ഒരു ലോക്കറ്റും എടുത്തത്. അപ്പോൾ അതും എനിക്ക് എന്താ പറയുക ഭയങ്കരമായിട്ട്, കാരണം അത് എപ്പോഴല്ല നമുക്ക് അപ്രത്യക്ഷിതമായിട്ട് പോകുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ കാണുമ്പോൾ തന്നെ അങ്ങനെ ഇഷ്ടപ്പെട്ടു, അങ്ങനെ എടുക്കും. അതാണ് മലബാറിൻ്റെ കാര്യങ്ങൾ. ഇനി ലാസ്റ്റ് വണ്ണമാണ്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എടുത്ത ഒരു സാധനമാണ്. ഒരു റിങ്ങാണ്. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു സ്റ്റോൺ വെച്ചിട്ടുണ്ട്. അതിന് ചുറ്റും ഇങ്ങനെ ഡയമണ്ടിൻ്റെ ഒരു ഫിനിഷിങ്ങിൽ സ്റ്റോൺ കൊടുത്തിട്ടുള്ള ഒരു റോസ് ഗോൾഡിൻ്റെ റിംഗ് ആണ്. ആക്ച്വലി ഞാൻ റോസ് ഗോൾഡിൻ്റെ റിങ് ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. കാരണം എപ്പോഴും ഞാൻ ഗോൾഡ് റിങ്ങേ വാങ്ങാറുള്ളൂ. ഇത്തവണ റോസ് ഗോൾഡിൻ്റെ റിങ് ഞാൻ മേടിച്ചു. അപ്പം വളയും റോസ് ഗോൾഡാണ്, ഈ ഒരു മോതിരവും റോസ് ഗോൾഡാണ്. അപ്പം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അത് കയ്യിലിടുമ്പോഴും അതുപോലെ തന്നെ കണ്ടോ, നല്ല നല്ല ഭംഗിയുണ്ട്. എന്താ പറയുന്നത്, ആ സ്റ്റോണും റെയറാണ്. കാരണം നമ്മളെപ്പോഴും കാണുന്ന ഒരു ഗ്രീൻ, റോയൽ ബ്ലൂ അല്ലെങ്കിൽ റെഡ്, അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡാണ്. അപ്പോൾ അത് ഭയങ്കര റെയറായിട്ടും പിന്നെ ആ സ്റ്റോണിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു പൂവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഇത്തവണത്തെ ഒരു പർച്ചേസിംഗിൽ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ഞാനിപ്പോൾ വാങ്ങിച്ച എല്ലാ ജ്വല്ലറീസും 1 പവന് താഴെ, ഏകദേശം 1/2 പവന് അടുപ്പിച്ച എല്ലാം വരുന്നത്. കാരണം ഞാൻ ഡെയിലി വെയറിനായിട്ട് സിമ്പിളായിട്ടുള്ളത് നോക്കി വാങ്ങിച്ചത് കൊണ്ടാണ് ആ ഒരു 1/2 പവനകത്തുള്ളത് വാങ്ങിച്ചത് കേട്ടോ. വളയും മോതിരവും വരുന്നത് റോസ് ഗോൾഡിൽ ഡയമണ്ട് ഫിനിഷിൽ സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ടാണ്. ഇയറിംഗിൽ 22 ക്യാരറ്റ് ഗോൾഡാണ് വന്നിട്ടുള്ളത്. അതിൽ അൺകട്ട് ഡയമണ്ട്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി വരുന്ന എല്ലാ ജ്വല്ലറീസും 22 ക്യാരറ്റ് ഗോൾഡ് തന്നെയാണ്. അതിൽ ചെയിൻ വരുന്നതിൽ ആ ലോക്കറ്റിൽ ഡയമണ്ട് ഫിനിഷിലുള്ള സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗൈസ്, എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താ പറയണത്, മാക്സിമം നിങ്ങൾ ജ്വല്ലറീസ് വീട്ടിൽ സൂക്ഷിക്കരുത്, ബാങ്കിൽ ലോക്കറിൽ തന്നെ സൂക്ഷിക്കണം. എന്തിനാ വെറുതെ നമ്മൾ ഈ കള്ളന്മാർക്ക് പ്രലോഭനങ്ങൾ കൊടുക്കുന്നത്? നിങ്ങൾ ഡെയിലി നിങ്ങൾ ഇടുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ കയ്യിലും കാതിലൊക്കെ ഇടുന്നത് മാത്രം നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം ലോക്കറിൽ സേഫായിട്ട് വയ്ക്കുക. അപ്പം ഇതാണ് ഇത്തവണത്തെ നമ്മളൊരു സ്പെഷ്യൽ ഹോൾ വീഡിയോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലബാറിൽ ഒരുപാട് സ്കീമും കാര്യങ്ങളും ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് മന്ത്ലി എന്താ പറയണത് പേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്കീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ മന്ത്ലി പേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ആ ഒരു ബഡ്ജറ്റിൽ തന്നെ നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് പ്രൈസ് കൂടിയാലും നമുക്ക് അത് നമ്മൾ ബാധിക്കാത്ത രീതിയിലൊക്കെ നമുക്ക് സ്വർണം പർച്ചേസ് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങൾ മലബാറിൽ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളൊക്കെ കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ എന്താ പറയുക, നമ്മുടെ ഒരു ബഡ്ജറ്റിനനുസരിച്ച് നല്ല ഭംഗിയുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ജ്വല്ലറീസ് എപ്പോഴും മലബാറിൽ എനിക്ക് കിട്ടാറുണ്ട്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ.